ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട 280 രൂപയുടെ ഒരു ഷെയറാണ് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡ് അല്ലെങ്കിൽ ഇറാഡ എന്ന ഷെയർ. ഇറാഡ ഇന്ന് 0.1% ഉയർന്ന് 284 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 76,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 60, 52 വീക്ക് ഹൈ 304, 52 വീക്ക് ലോ 50. മറ്റുള്ള NBFC കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹൈ വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇറാഡ. അതേസമയം ഗ്രീൻ എനർജി അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സെക്ടറിന് വേണ്ടി മാത്രം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന NBFC സെക്ടറിലെ ഒരു കമ്പനി കൂടിയാണ് ഇറാഡ. ഇറാഡയുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 30% വളർന്ന് 381 കോടിയായി മാറി. കഴിഞ്ഞ വർഷം 294 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു ജൂൺ ക്വാർട്ടറിൽ നേടിയത്. അതിപ്പോൾ 383.69 കോടിയായിട്ടാണ് ഉയർന്നിരിക്കുന്നത്. പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 30.25% വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു. NBFC സെക്ടറിൽ തന്നെ ആദ്യത്തെ ക്വാർട്ടർലി റിസൾട്ടാണ്. കൂടാതെ കമ്പനിയുടെ നോൺ പെർഫോമിംഗ് അസറ്റ് 1.61% നിന്നും 0.95% ഇടിഞ്ഞു. അതായത് കമ്പനിക്ക് മുകളിലുള്ള നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഇടിയുന്നത് കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ആകുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇറാഡയുടെ നെറ്റ് വർത്ത് 44.8% വളർച്ചയാണ് ഇയർ ഓൺ ഇയറിൽ കൈവരിച്ചത്. 6,290 കോടിയിൽ നിന്നും 9,110 കോടിയിലേക്ക് കമ്പനിയുടെ നെറ്റ് വർത്ത് ഉയർന്നിരിക്കുന്നു. കൂടാതെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 1,143 കോടിയിൽ നിന്നും 1,501 കോടിയായി ഉയർന്നു. ലോൺ സാങ്ഷൻ 1,892 കോടിയിൽ നിന്നും 9,210 കോടിയായി ഉയർന്നു. ലോൺ സാങ്ഷനിൽ വളരെ വലിയ വർധനവ് കമ്പനി നേടിയെടുത്തു. ലോൺ ഡിസ്പ്ലേസ്മെൻറ്റ് 3,171 കോടിയിൽ നിന്നും 5,325 കോടിയായി ഉയർന്നു. അതോടൊപ്പം തന്നെ ലോൺ ബുക്ക് പരിശോധിച്ചാൽ ടോട്ടൽ ലോൺ 47,206 കോടിയിൽ നിന്നും 63,206 കോടിയിലേക്ക് ഉയർന്നു. റിന്യൂവബിൾ എനർജി സെക്ടറിലെ പല കമ്പനികൾക്കും അവരുടെ പ്രൊജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫിനാൻസിൻ്റെ റിക്വയർമെൻറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇറാഡ എന്ന കമ്പനി വരും സമയങ്ങളിലും പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലുമാണ്. കൂടാതെ ഇറാഡ എന്ന കമ്പനിയിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട്. മാർച്ച് മാസത്തെയും ജൂൺ മാസത്തെയും കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 1.36% നിന്നും 2.7% ഉയർന്നു. കൂടാതെ സ്മാൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം 21.23 ലക്ഷത്തിൽ നിന്നും 22.15 ലക്ഷത്തിലേക്ക് ഉയരുകയും ചെയ്തു. അതേസമയം ഇറാഡയിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. 0.5% നിന്നും 0.24%ലേക്കാണ് കുറച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഇറാഡ എന്ന സ്റ്റോക്ക് 66% റിട്ടേൺ നൽകി. 6 മാസം കൊണ്ട് സ്റ്റോക്ക് 172% റിട്ടേണും ഇയർ ടിൽ ഡേറ്റിൽ 187% റിട്ടേണും ഒരു വർഷം കൊണ്ട് 400% റിട്ടേണുമാണ് നൽകിയത്. 32 രൂപയുടെ IPO പ്രൈസും കൊണ്ട് മാർക്കറ്റിലെത്തിയ കമ്പനിയാണ് ഇപ്പോൾ 300 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിൽ 200 രൂപയ്ക്കടുത്ത് മികച്ച ഒരു ബ്രേക്കൗട്ട് കാണാൻ സാധിച്ചു. അവിടെ നിന്ന് സ്റ്റോക്ക് 230 രൂപയിൽ എത്തുകയും പിന്നീട് സ്റ്റോക്ക് 300 രൂപ വരെ ഉയരുകയും ചെയ്തു. 300 രൂപയിൽ നിന്ന് വന്ന പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റോക്കിനെ ഇപ്പോൾ 284 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യിപ്പിക്കുന്നു. ഈ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ അടുത്ത ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം. സ്റ്റോക്കിൽ ഏതെങ്കിലും കാരണവശാൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ 250 ഫസ്റ്റ് സപ്പോർട്ടായും 225, 200 തുടങ്ങിയ ലെവലുകൾ സബ്സിക്വൻ്റ് സപ്പോർട്ടായും പ്രവർത്തിക്കും. അതേസമയം 295 എന്ന റെസിസ്റ്റൻസ് കമ്പനി മറികടക്കുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം ഇറാഡ എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. പ്രത്യേകിച്ചും ബഡ്ജറ്റിൽ റിന്യൂവബിൾ എനർജി സെക്ടറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള അനൗൺസ്മെൻറ്റ് വരികയാണെങ്കിൽ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്